Video is for informational and educational purpose only. We do not guarantee any income. സോ ഹലോ ഗൈസ്, അപ്പൊ നമ്മൾ എന്തുണ്ടെന്ന് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ തമിഴെ കണ്ടുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെയാണ് പോസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഓൺലൈനിലൂടെ സെല്ലായിക്കൊണ്ട് അടിച്ചാൻ പറ്റുന്നത്. സോ അപ്പൊ നിങ്ങൾ വിചാരിക്കും പോസ്റ്റേഴ്സ് നമുക്ക് ഇങ്ങനെ കയ്യിലൊക്കെ വെക്കാണ്ട് വാളിലൊക്കെ ഒട്ടിക്കാണ്ട് അതൊക്കെ എങ്ങനെയാണ് നമ്മൾ ഓൺലൈനിലൂടെ സെല്ലാക്കാൻ വിചാരിക്കും. പക്ഷെ അതൊന്നുമല്ല ഗൈസ്, നമ്മുടെ സെല്ലൊക്കെ പോകുന്നത് ഡിജിറ്റൽ പോസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, സോ നമ്മൾ ഓൺലൈനിലൂടെ ഒരുപാട് പോസ്റ്റേഴ്സ് ഒക്കെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുമല്ലോ. സോ നമ്മൾ ക്രിയേറ്റ് ആക്കും, അതിനുശേഷം നമുക്ക് ഓൺലൈനിലൂടെ സെല്ലാക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. സോ ഇതിന്റെ ബെനിഫിറ്റ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇന്ത്യൻസിന് മാത്രമല്ല നമുക്ക് വേൾഡ് അറൌണ്ട് സെല് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ അതായത് നിങ്ങൾക്ക് INR ലേൺ ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താണ് ഡോളേഴ്സ് ലേൺ ചെയ്യാൻ പറ്റും. സോ അതിന്റെ ബെനിഫിറ്റ് കാര്യങ്ങളൊക്കെ സോ കംപ്ലീറ്റ് പ്രാക്ടിക്കലായിട്ട് ഞാൻ കാണിച്ചിരുന്നിട്ട് ഇതിന്റെ ഏറ്റവും കാര്യം പറയുന്നതിന്റെ ബെനിഫിറ്റ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഇത് എങ്ങനെ സെല് ചെയ്യാണ്ട് പറ്റും, ഇതിൽ എങ്ങനെ നല്ല രീതിക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ട്, എങ്ങനെ നമുക്ക് വെബ്സൈറ്റ് ഇടാണ്ട് പറ്റും, എങ്ങനെ പ്രൊമോട്ട് ചെയ്യാണ്ട് പറ്റും, എല്ലാ സംഭവം ഞാൻ പറയുന്നുണ്ട്. വീഡിയോസിൽ എന്തായിരിക്കും. ഓക്കെ, സോ ഞാൻ മൊബൈലിൽ കളകെ റെക്കോർഡ് ചെയ്ത് അത് ക്യാൻവയിലാണെങ്കിൽ ക്ലാസ്സും കളകെ റെക്കോർഡ് ആക്കിയത്. ഓക്കെ, സോ അതൊക്കെ നിങ്ങൾ ഇന്ന് കണ്ട് നോക്കാം. നിങ്ങൾക്ക് പാർട്ടുമായിട്ട് കാണാൻ പറ്റും, അങ്ങനെ കാണുക, അല്ലെങ്കിൽ ഫുള്ളായിട്ട് കാണാൻ പറ്റില്ല, അങ്ങനെ കണ്ടു നോക്കാം. എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക, നിങ്ങൾക്ക് എല്ലാവരും മനസ്സിലാവത്തുള്ളൂ. ഓക്കെ, സോ ഒരു അടിപൊളി മെത്തേഡും കാര്യങ്ങളൊക്കെയാണ്. സോ ഏജ് ലിമിറ്റോ ഒന്നുമില്ല, ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, സോ നിങ്ങൾക്ക് അഡ്വർടൈസ്മെന്റ് ചെയ്യാനായിട്ട് പറ്റും. അതായത് നിങ്ങൾക്ക് പൈസ ആർട്സ് റൺ ചെയ്യാൻ പറ്റും. ആർട്സ് റൺ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ജസ്റ്റ് ഓർഗാനിക് ആയിട്ട് പ്രൊമോട്ട് ചെയ്യാം. നമുക്ക് പ്രൊമോട്ട് ചെയ്യുമ്പോൾ വീഡിയോസ് എത്രമാത്രം റീച്ച് കൂടും അത്രയും ക്യാഷ് റേറ്റ് ആയിട്ട് പറ്റുന്നതായിരിക്കും. ഓക്കെ, സോ ഒരു അടിപൊളി വീഡിയോ കാണാനാണ് നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾക്ക് ഏജ് ലിമിറ്റ് ഇല്ല, അതുപോലെ നിങ്ങൾക്ക് ഹൗസ് വൈഫ് ആയിക്കോട്ടെ, സ്റ്റുഡൻസ് ആയിക്കോട്ടെ, ആർക്ക് വേണമെങ്കിലും ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. ഓക്കെ, സംഭവം നമ്മൾ ഒരു പോസ്റ്റർ ഉണ്ടാക്കിയാൽ തന്നെ നമുക്ക് ഇഷ്ടം പോലെ സെറ്റാക്കാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അത് മാത്രമല്ല നമ്മുടെ എഫേർട്ട് ഒന്നുമില്ല, ജസ്റ്റ് AI യൂസ് ചെയ്താണ് നമ്മൾ പോസ്റ്റർ ഉണ്ടാക്കാൻ പോകുന്നത്. ആ ഒരു പോസ്റ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മൾ വെബ്സൈറ്റുകളൊക്കെ യൂസ് ചെയ്ത് സെല്ലാകാണ്ട് പോവാണ്. ദാറ്റ്സ് ഓൾ. ഓക്കെ, ജസ്റ്റ് വീഡിയോ ഫുള്ളായിട്ട് കാണാം. നമ്മുടെ ചാനലുകളെ സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയ വീഡിയോ ഫസ്റ്റ് അപ്ലോഡ് ആകത്തുള്ളൂ. ഓക്കെ, ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങളുടെ ഡൗട്ടും കളയാണെങ്കിൽ കമന്റ് ചോദിക്കാണ്ട് മറക്കണ്ട. ഓക്കെ, സോ നമ്മുടെ ചാനൽ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്താൽ നിങ്ങളുടെ ചാനൽ ബയോ ചെക്ക് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഒരു ഗ്രൂപ്പ് കാണാൻ പറ്റും, ജോയിൻ ചെയ്തിട്ടൊക്കെ ഫ്രീ ഗ്രൂപ്പാണ്, മെന്റർഷിപ്പ് ഒക്കെ കിട്ടുന്നുണ്ട്. ഓക്കെ, സോ ലൈവ് നമുക്ക് നേരിട്ട് പോകാം. സോ ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം നമുക്ക് എങ്ങനെയാണ് നമ്മുടെ പോസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ, അതായത് ബൾക്കായിട്ട് നമ്മൾ പോസ്റ്റർ ഉണ്ടാക്കുന്നു. ആ ഒരു പോസ്റ്റർ ഒരു PDF രൂപത്തിൽ നമുക്ക് എന്താണ് ഓൺലൈനിലൂടെ സെല്ലാകാനായിട്ട് പറ്റുന്നുണ്ട്. അതുപോലെ നമുക്ക് ഒരുപാട് അഡ്വാൻറ്റേജസ് കിട്ടുന്നുണ്ട്. സോ മെയിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോ ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഓക്കെ, സോ നമ്മുടെ ചാനൽ പ്രത്യേകത അതാണ്. സോ ചാനലുകളൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാം. 500 സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെയാണ്. സോ പെട്ടെന്ന് അച്ചീവ് ചെയ്യാൻ പറ്റും തോന്നുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാം. നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവുന്ന വീഡിയോസ് ഉത്തരം അപ്ലോഡ് ചെയ്യത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഡയറക്റ്റ് ക്ലാസ്സിലേക്ക് പോകാം. സോ ഇവിടെ നമ്മൾ പറയാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് നമുക്ക് പോസ്റ്റർ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് സെല്ലാക്കാനായിട്ട് പറ്റുന്നത് എന്നാണ്. ഓക്കെ, അപ്പോൾ അതിനകത്ത് ഒരുപാട് ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഓരോന്നായിട്ട് ഞാൻ പറഞ്ഞ് ലാഗൊന്നും എടുപ്പിക്കുന്നില്ല. എന്തെല്ലാമാണ് നമുക്ക് എന്താണ് ഈ ഒരു പോസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ സെല്ലാക്കിയാൽ കിട്ടുന്ന ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ. സോ നമുക്ക് ഒരു ബെനിഫിറ്റ് മതി, നമുക്ക് വേണ്ടത് പൈസയും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഒട്ടനവധി ബെനിഫിറ്റ് ഉണ്ട്, അങ്ങനെയാണ് നമുക്ക് പൈസ വരുന്നത്. ഓക്കെ, സോ നമുക്കൊരു പാസീവ് ഇൻകം ക്രിയേറ്റ് ആക്കാനായിട്ട് പറ്റുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് ഒരു പോസ്റ്റർ ഒന്ന് ക്രിയേറ്റ് ആക്കിയാൽ മതി. ഓക്കെ, ജസ്റ്റ് ഒരു 30 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് മാത്രം മാറ്റി വെച്ച് AI സഹായത്തോടെ നമ്മൾ എന്താണ് ഒരു പോസ്റ്റർ ക്രിയേറ്റ് ആക്കുന്നത്, ബൾക്കായിട്ട് പോസ്റ്റർ ക്രിയേറ്റ് ആക്കുന്നുണ്ട്. ആ ഒരു ബൾക്കായുള്ള പോസ്റ്റർ നമ്മൾ ഒരു പ്രാവശ്യം ക്രിയേറ്റ് ആക്കിയാൽ മതി, അത് നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് സെല്ലാക്കാൻ പറ്റുന്നുണ്ട്, അതും ഓൺലൈനിൽ. ഓക്കെ, അൺലിമിറ്റഡ് എന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടം പോലെ. ഓക്കെ, 100 200 300 1000 10,000 കാരണം നമ്മുടെ കയ്യിലാണ് ആ ഒരു പോസ്റ്റർ ഉള്ളത്. ആ ഒരു പോസ്റ്റർ നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്ക് നമുക്ക് തന്നെ ഓൺലൈനിലൂടെ സെല്ലാക്കാൻ പറ്റുന്നുണ്ട്. സോ അങ്ങനെ നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം പോലെ ഇപ്പോൾ ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ അതാണ് നമ്മുടെ ഒന്നാമത്തെ ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ. ഓക്കെ, സോ രണ്ടാമത് നോക്കുകയാണെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നില്ല, നമ്മൾ ചെയ്യുന്ന AI സഹായത്തോടെയാണ്, അതുപോലെ ക്യാൻവയുടെ സഹായത്തോടെയാണ്. നമുക്ക് മൊബൈൽ ഫോൺ മാത്രം മതി. ഓക്കെ, വേറെ ഒന്നും വേണ്ട. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇന്ത്യൻസ് മാത്രമല്ല. ഓക്കെ, ഈ ഒരു പോസ്റ്റേഴ്സിൻ്റെ ആവശ്യം ഇന്ത്യക്കാർക്ക് മാത്രമല്ല, നമ്മൾ ഫോറിനായിട്ട് സെല്ല് ചെയ്യുന്നത്, അതായത് നമുക്ക് വേൾഡ് ഓൾ ഓവർ സെറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, INR അതായത് ഇന്ത്യൻ മാത്രമല്ല, നമുക്ക് ഓൾ ഓവർ സെല് ചെയ്യാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ പേയ്മെൻറ്റ് റിസീവ് ആകുന്നുണ്ട്. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഏൺ ചെയ്യാണ്ട് പറ്റുന്നതായിരിക്കും. നിങ്ങളുടെ പോസ്റ്റർ ഏത് തരത്തിലുള്ള പോസ്റ്ററാണ് അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ സെല്ലാക്കാണ്ട് പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഒന്നാമത്തെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ സെല്ലാക്കാണ്ട് പറ്റുന്നുണ്ട്. രണ്ടാമത്തെ വെച്ചിട്ടുണ്ടെങ്കിൽ ഫോൺ മാത്രം മതി, ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ട. മൂന്നാമത്തെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫോറിനായിട്ട് സെല്ലാക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും അൺലിമിറ്റഡ് സെല്ലിംഗ്, 1 ഡിസൈൻ ക്യാൻ സെൽ 100 ടൈംസ്. അങ്ങനെയൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടം പോലെ സെല് ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് ഒരുപാട് സെല് ചെയ്യാൻ പറ്റുന്നുണ്ട് നമ്മുടെ ഈ ഒരു സെൽ പോസ്റ്റേഴ്സ്, അതായത് പോസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ. അപ്പം ഞാനിന്ന് രാവിലെ എക്സാമ്പിൾ കാണിക്കാനായിട്ട് എൻ്റെ ഒരു പോസ്റ്റർ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. സോ ഞാൻ ക്യാൻവ യൂസ് ചെയ്തിട്ടെല്ലാം ചെയ്യുന്നത് സെല്ലാക്കുള്ള പ്രൊഡക്റ്റ് ആയാലും ഡിസൈൻ ആയാലും എല്ലാം ചെയ്യുന്നതാണ്. അപ്പം ഞാൻ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 5 മോട്ടിവേഷണൽ പോസ്റ്ററാണ്. പക്ഷേ 5 കൂടെ ആവും, നമ്മൾ ബൾക്കായിട്ട് ക്രിയേറ്റ് ആക്കുമ്പം ഒരു 50 അല്ലെങ്കിൽ 20 ക്രിയേറ്റ് ആക്കിയാൽ ഏകദേശം നമുക്ക് എന്താണ് ഒരു 199 രൂപ അല്ലെങ്കിൽ ഒരു 500 രൂപയ്ക്ക് സെല്ലാക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ,
സോ ഇവിടെ ഇതാണ് എൻ്റെ കവർ പിക്കും കാര്യങ്ങളൊക്കെ. ഇത് കംപ്ലീറ്റ് എ ആണ്. ഓക്കെ, ഇതൊന്നും ഞാൻ കൈകൊണ്ട് ക്രിയേറ്റ് ആക്കിയല്ല, കംപ്ലീറ്റ്ലി എ ആണ്. എ വെച്ച് ഞാൻ ഒരു കവർ പിക്ക് ക്രിയേറ്റ് ആക്കിയിട്ടുണ്ട്. അങ്ങനെ ഫസ്റ്റത്തെ പോസ്റ്റർ ഇതാണ്, സെക്കൻഡത്തെ പോസ്റ്റർ ഇതാണ്. ഓക്കെ, കാണാൻ പറ്റും. സോ ക്വാളിറ്റി കാണാൻ പറ്റും. തേർഡത്തെ പോസ്റ്റർ ഇതാണ്, ഫോർത്ത് എൻ്റെ പോസ്റ്റർ ഇതാണ്, ഫിഫ്ത്ത് എൻ്റെ പോസ്റ്റർ ഇതാണ്. സോ ഇതെനിക്ക് വേണമെങ്കിൽ ഏകദേശം 100 അല്ലെങ്കിൽ 69 രൂപയ്ക്ക് സെല്ലാക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, സോ ഫോറിനാണെങ്കിൽ എനിക്ക് ഏകദേശം $10 സെല്ലാക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ അവിടത്തെയും ഇവിടത്തെയും മണിയൊന്നും കൺവേർട്ട് ചെയ്ത് നോക്കിയാൽ മാത്രം മതി. ഓക്കെ, അപ്പം ഞാൻ INR-ലാണെങ്കിൽ സെല്ലാക്കാൻ എനിക്ക് ഏകദേശം ഞാൻ ഇട്ടേക്കുന്ന പ്രൈസ് കാണാനായിട്ട് പറ്റും. സോ സൂം ചെയ്ത് കാണിച്ചിവിടെ കാണാം. 16 റുപ്പീസാണ് ഇട്ടുള്ളത്. ഇത് INR സെല്ലാക്കാൻ വേണ്ടിയാണ് ഇട്ടിട്ടുള്ളത്. ഓക്കെ, ഞാൻ കാണിച്ചിട്ട് വേണ്ടിയാണ് ഇട്ടിട്ടുള്ളത്. ഞാനിത് കാണിച്ചിട്ട് ഞാൻ എങ്ങനെയാണ് ക്രിയേറ്റ് ആക്കിയത്. സോ ഞാനിത് ക്രിയേറ്റ് ആക്കാൻ വേണ്ടി എടുത്ത ഏകദേശം ഒരു 10 മിനിറ്റ്. ഓക്കെ, 10 മിനിറ്റ് കുറവേ ആയിട്ടുള്ളൂ. ഞാൻ ചെയ്ത് ഫുള്ള് കംപ്ലീറ്റ്ലി ആയി വെച്ചാണ്, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഓക്കെ, പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഡിജിറ്റൽ പോസ്റ്റർ, അതായത് ഇതുപോലുള്ള പോസ്റ്ററൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതോ ഫുൾ എളുപ്പമാണ്. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത് എങ്ങനെയാണ് ഉണ്ടാക്കാനുള്ളത്, എങ്ങനെയാണ് സെല്ലാക്കാനുള്ളത് എന്നൊക്കെ. ഓക്കെ, സോ ഇവിടെ കാണാൻ പറ്റും. ആദ്യം എന്ത് പോസ്റ്ററാണ് നിങ്ങൾ എടുക്കുന്നത് തീരുമാനിക്കുക. സോ ഇവിടെ എക്സാമ്പിളായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഇവിടെ മോട്ടിവേഷനാണ്. ഓക്കെ, മോട്ടിവേഷൻ പോസ്റ്ററാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ കാറിൻ്റെ പോസ്റ്റർ ഉണ്ടാക്കാനായിട്ട് പറ്റും, ഫുട്ബോൾ പ്ലേയേഴ്സിൻ്റെ പോസ്റ്റർ ഉണ്ടാക്കാനായിട്ട് പറ്റും. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോസ്റ്റർ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ അതിന് ഐഡിയാസ് കിട്ടാനായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ AI യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ജെമിനൈ യൂസ് ചെയ്യാൻ പറ്റും, സോ ഡീപ്സിക്ക്, അങ്ങനെ പല പല AI കളൊക്കെ ഉണ്ട്, ChatGPT അങ്ങനെയൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾക്ക് തന്നെ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ ഞാൻ തന്നെ ഐഡിയ എടുത്താണ്, മോട്ടിവേഷനിലെ പോസ്റ്റർ ഞാൻ തന്നെ എടുത്തതാണ്. ഓക്കെ, പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐഡി എടുത്തതിന് ശേഷം നമ്മൾ ChatGPT ചെല്ലുന്നുണ്ട്, ആ ഒരു ഐഡി ഷെയർ ചെയ്യുന്നുണ്ട്, പ്രോംപ്റ്റ് ജനറേറ്റ് ആക്കി തരാൻ പറയുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ChatGPT നമുക്ക് പ്രോംപ്റ്റ് സെൻഡ് ചെയ്ത് തരും. ഞാൻ ChatGPT പറയും ഇതാണ് എൻ്റെ ഐഡിയ, മോട്ടിവേഷൻ പോസ്റ്റർ എനിക്ക് വേണം, എനിക്ക് ഒരു 50 പോസ്റ്ററിൻ്റെ പ്രോംപ്റ്റ് സെൻഡ് ചെയ്യാൻ പറയുന്നുണ്ട്. ഓക്കെ, സോ ChatGPT എനിക്ക് പ്രോംപ്റ്റ് സെൻഡ് ചെയ്ത് തരും. ഞാൻ അതേ പ്രോംപ്റ്റ് വന്ന് നാനോ ബനാനയിൽ അടിക്കും. ഓക്കെ, അതായത് നമ്മുടെ ജെമിനി നാനോ ബനാനയിൽ അടിക്കും. നാനോ ബനാന എനിക്ക് എന്താണ് പിക്ക് തരും. ഇപ്പം നാനോ ബനാനയ്ക്ക് ലിമിറ്റ് ഉണ്ടെന്ന് തോന്നുന്നു, ലിമിറ്റ് ഉണ്ട്. ഓക്കെ, ഇനി ഏകദേശം ഒരു 5-6 അത്രയൊക്കെ ക്രിയേറ്റ് ആക്കാൻ പറ്റിയുള്ളൂ. പക്ഷേ ഞാനൊരു ട്രിക്ക് പറഞ്ഞാൽ നിങ്ങൾ എന്താണ് നമ്മൾ ജെമിനി എടുക്കും, നാനോ ബനാന എടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾ ഓരോ ഗൂഗിൾ അക്കൗണ്ടുകളൊക്കെ വെച്ച് സൈനപ്പ് ചെയ്ത് കയറിയാൽ മതി. നിങ്ങൾ ചുമ്മാ പോസ്റ്റർ ക്രിയേറ്റ് ആക്കാതെ നിങ്ങളുടെ ആവശ്യത്തിന് മാത്രം പോസ്റ്റർ ക്രിയേറ്റ് ആക്കിയതിന് ശേഷം മറ്റ് ഗൂഗിൾ അക്കൗണ്ട് വെച്ച് കയറിയതിന് ശേഷം നിങ്ങൾ എന്താണ് അതിനെ കണ്ടിന്യൂ ആയിട്ട് ചെയ്യും. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ നമ്മളെന്താണ് ഒരു പോസ്റ്റർ ക്രിയേറ്റ് ആക്കാനായിട്ട്. ജസ്റ്റ് നമ്മളെന്താണ് ഗൂഗിളിൽ പോയി ചോദിക്കുന്നുണ്ട്, ഒരു ഐഡിയ എടുക്കുന്നുണ്ട്, ഐഡിയ എന്നിട്ട് എന്താണ് ChatGPT ചോദിച്ച് പ്രോംപ്റ്റ് തയ്യാറാക്കുന്നുണ്ട്. അതിൽ പ്രോംപ്റ്റ് ബൾക്കായിട്ട് നമ്മൾ തയ്യാറാക്കുന്നു. ഓക്കെ, ഒരു 10 പ്രോംപ്റ്റ് അല്ലെങ്കിൽ 20 പ്രോംപ്റ്റ് ഒക്കെ തയ്യാറാക്കുന്നുണ്ട്. സോ അതിനുശേഷം നമ്മൾ നാനോ ബനാനയിൽ പോയിട്ട് ഈ ഒരു പ്രോംപ്റ്റ് നേരെ പേസ്റ്റ് ചെയ്ത് കൊടുക്കും. അങ്ങനെ നാനോ ബനാന നമുക്ക് ആ ഒരു ഹൈ ക്വാളിറ്റി പോസ്റ്റർ സെൻഡ് ചെയ്ത് തരും. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ആൻഡ് പവർഫുൾ. ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എന്തായാലും കിട്ടുന്നതായിരിക്കും. സോ ഞാൻ വേറെ കുറച്ച് എക്സാമ്പിളൊക്കെ കാണിച്ചു തരാം, വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കാം. സോ നമുക്കിനി അടുത്ത പാർട്ടിലേക്ക് പോകാം. സോ അടുത്ത പാർട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് മസ്റ്റായിട്ട് നിങ്ങളൊരു കാര്യം ചെയ്യാം. സോ അടുത്ത പാർട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക, അത്രേ ഉള്ളൂ. സോ ഇനി നമുക്ക് അടുത്ത ഇതിലേക്ക് പോകാം. സോ ഇനിയിപ്പം നിങ്ങൾക്ക് എന്താണ് നമ്മുടെ പോസ്റ്ററൊക്കെ നിങ്ങൾ ക്രിയേറ്റ് ആക്കി. ഓക്കെ, അതായത് നിങ്ങളിപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് ഇതിനെ എടുക്കാം. ഓക്കെ, ഒരു മോട്ടിവേഷൻ പോസ്റ്റർ, ബൾക്കായിട്ടുള്ള ഒരു മോട്ടിവേഷൻ പോസ്റ്റർ നിങ്ങൾ ക്രിയേറ്റ് ആക്കി. നിങ്ങളതിലൊരു 5-6 പോസ്റ്റർ നിങ്ങളതിൻ്റെ കവർ പിക്ക് ക്രിയേറ്റ് ആക്കി, അതുപോലെ തന്നെ പോസ്റ്റേഴ്സ് എല്ലാം ക്രിയേറ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, സോ ഇനി നമുക്ക് അത് PDF രൂപത്തിലാക്കണം. ഓക്കെ, സോ ഞാൻ ക്രിയേറ്റ് ആക്കിയിട്ടുള്ള പോസ്റ്റർ ഞാൻ ഇപ്പോൾ കാണിച്ചത് അത് PDF രൂപത്തിലാണ് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇതാണ് നമ്മൾ ക്രിയേറ്റ് ആക്കിയുള്ളത്. ഇത് ഞാൻ വെറും എക്സാമ്പിളിലാണ്ട് ചെയ്തതാണ്. ഓക്കെ, നിങ്ങൾ ക്രിയേറ്റ് ആക്കുമ്പോൾ അടിപൊളി ക്രിയേറ്റ് ആക്കുക. ഇതാണ് എൻ്റെ കവർ പിക്കും കാര്യങ്ങളൊക്കെ. ഓക്കെ, സോ താഴെ സ്ക്രോൾ ചെയ്താൽ ഓരോരോ പോസ്റ്ററായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ ക്രിയേറ്റ് ആക്കിയത്. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ ക്രിയേറ്റ് ആക്കേണ്ടത്. ഓക്കെ, ഓരോ പിക്കുകളൊക്കെ അവർക്ക് കിട്ടുന്നതായിരിക്കും. അങ്ങനെ അവർക്ക് ഈ പിക്കും കാര്യങ്ങളൊക്കെ അവർക്ക് പ്രിൻറ്റബിൾ ആണ്. ഓക്കെ, പ്രിൻറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. ഓക്കെ, സോ ഇനി നമുക്ക് എന്താണ് ഡയറക്റ്റ് ക്ലാസ്സിലേക്ക് പോവാം. നമ്മളിവിടെ നിർത്തിയിട്ടുള്ളത് ഇവിടെയാണ്. നമുക്കെന്താണ് പോസ്റ്റേഴ്സ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ക്യാൻവ യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. സോ ഞാൻ കാണിച്ചൊരു എക്സാമ്പിളും കാര്യങ്ങളൊക്കെ. അപ്പം സിമ്പിളാണ് ഗൈസ്, നിങ്ങൾ ഒരു പോസ്റ്റർ ഉണ്ടാക്കുക, പോസ്റ്ററിനെ കാർപ്പിക്കുക, നിങ്ങൾക്ക് എല്ലാ AI യൂസ് ചെയ്യാൻ പറ്റും. ഡൗൺലോഡ് കളൊക്കെ ചെയ്തതിനു ശേഷം ജസ്റ്റ് PDF ആക്കാൻ വേണ്ടി മാത്രം നമ്മളെന്താണ് ഈ ഒരു ക്യാൻവ യൂസ് ചെയ്താൽ മതി. സോ നിങ്ങളപ്പോൾ PDF ഉണ്ടാക്കി ക്യാൻവ യൂസ് ചെയ്തത് പ്രിപ്പയർ ആക്കിയെന്ന് വിചാരിക്കുക. നെക്സ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാം സെറ്റാണ്. ഇനി നമ്മൾ പ്രോഡക്റ്റ് സെല്ലാക്കി പൈസ ആക്കിയാൽ മതി. സോ സെല്ലാക്കാനായിട്ട് നമുക്ക് എന്താണ് വെബ്സൈറ്റ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അതായത് നമുക്ക് റെഡിമെയ്ഡ് ആയിട്ട് ഇപ്പോൾ ഒരാൾക്ക് സെല്ലാക്കണോ ജസ്റ്റ് വെബ്സൈറ്റ് സെൻഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി, അങ്ങനെ ക്യാഷ് കിട്ടുന്നതായിരിക്കും. സോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അതിനായിട്ട് നമുക്ക് സൂപ്പർ ഫയൽ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, Etsy യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ജെംറോഡ് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ നിങ്ങൾക്ക് സൂപ്പർ ഫയലാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. ലിങ്ക് കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, കാരണം അത് ഒരു പ്രൊഫഷണൽ ലുക്ക് ഉണ്ട്. ഓക്കെ, അല്ലാതെ നിങ്ങൾക്ക് അതൊന്നും എടുക്കാൻ പറ്റില്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് കാണാം, ജെംറോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ജെംറോഡിൻ്റെ ലിങ്ക് നമ്മൾ കൊടുത്തേക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് ഗൂഗിൾ സെൻറ്റ് ജെംറോഡും കാണാനൊക്കെ അടിച്ചാൽ മതി. നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഓക്കെ ഒരു ബീനർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന എല്ലാ രീതിയിലും നമുക്ക് സൈൻ അപ്പ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും.
അപ്പോൾ എന്താണ് നിങ്ങളുടെ പ്രൊമോഷൻ, അതായത് നമുക്ക് പ്രൊമോഷനായിട്ട് നമുക്ക് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഇന്ന സംഭവമൊക്കെ വെച്ച് നമുക്ക് പ്രൊമോഷൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് പ്രൊമോഷനിൽ എത്രമാത്രം റീച്ച് കിട്ടുന്നുണ്ട് അത്രമാത്രം സെയിൽസ് എന്താണ് നമുക്ക് കൂടുന്നുണ്ട്. ഓക്കെ, പിന്നെ നിങ്ങൾ കമൻറ്റ് ഓട്ടോമേഷനൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് കമൻറ്റ് പോകുന്നതായിരിക്കും. പിന്നെ ഇവിടെ കമൻറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഇതിൽ ലിങ്ക് നേരെ അവർക്ക് ചെല്ലുന്നതായിരിക്കും. സോ അങ്ങനെ അവർക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സോ ഓട്ടോമേഷൻ വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, വീഡിയോ സപ്പോർട്ട് നമ്മൾ എന്തായാലും ചെയ്യുന്നതായിരിക്കും. സോ ഇത്ര മാത്രമേ ഉള്ളൂ. ജസ്റ്റ് എന്താണ് നമ്മൾ സോഷ്യൽ മീഡിയ വഴി നമ്മുടെ ഈ ബുക്ക് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. നമുക്കെന്താണ് നമ്മുടെ വീഡിയോ എത്രമാത്രം റീച്ച് ആവുന്നുണ്ട് അത്രമാത്രമൊക്കെ സെല്ലാക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ഇൻ്റർനാഷണൽ പേജുകളൊക്കെ ക്രിയേറ്റ് ആക്കുക, എന്നിട്ട് നിങ്ങൾക്ക് ഇത് ഇൻ്റർനാഷണൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. പെർ ഓർഡർ നിങ്ങൾക്ക് ഏകദേശം 500 ഒക്കെ ചാർജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഇൻ്റർനാഷണലി. ഇന്ത്യയിലാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം 69, 100, 150 സെല് ചെയ്യാൻ പറ്റുന്നുണ്ട്. ബൾക്കായിട്ടൊക്കെ ആണെങ്കിൽ ഏകദേശം 200 രൂപയ്ക്ക് നിങ്ങൾക്ക് സെല്ലാക്കാൻ പറ്റും. അതായത് നിങ്ങളൊരു 50 പ്രോംപ്റ്റ്, അതായത് ഒരു 50 പോസ്റ്റേഴ്സ് ആണെങ്കിൽ ആ ഒരു 50 പോസ്റ്റേഴ്സ് നിങ്ങൾക്ക് ഏകദേശം ഇന്ത്യയിലാണെങ്കിൽ 200 രൂപയൊക്കെ സെല്ലാക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, സോ ജെന്യുവൻ മെത്തേഡ് കാര്യങ്ങളൊക്കെയാണ്, ഫേക്ക് ഒന്നുമല്ല, നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സോ ഇനി നമുക്ക് ഡയറക്റ്റ് നേരെ പ്രാക്ടിക്കലിലേക്ക് കടക്കാം. പ്രാക്ടിക്കൽ ചെയ്യുന്ന ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഇതൊക്കെ ക്രിയേറ്റ് ആക്കാൻ പറ്റുന്നത് സിമ്പിളായിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, സോ എക്സാമ്പിൾ എടുക്കുന്നത് മോട്ടിവേഷൻ തന്നെയാണ്. സോ ഞാൻ നേരെ ChatGPT എടുക്കുകയാണ്. ഓക്കെ, ChatGPT എടുത്തതിന് ശേഷം പറയുകയാണ് ഒരു 10 മോട്ടിവേഷൻ പോസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഒരു 5 എണ്ണം. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് എക്സാമ്പിൾ ഇട്ട് കാണിച്ചു തരേ ഉള്ളൂ. 5 എണ്ണം സെൻഡ് ചെയ്യാൻ പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ChatGPT എടുക്കാൻ പറ്റും. സോ പ്ലേ സ്റ്റോറിലൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് എല്ലാവരും കാണുമല്ലോ. ഓക്കെ, അപ്പോൾ അതിനുശേഷം നമ്മൾ സെർച്ച് ചെയ്യുക, നമ്മൾ എന്താണ് വേണ്ട സെർച്ച് ചെയ്യുക. ഓക്കെ, അപ്പം 10 മോട്ടിവേഷണൽ പോസ്റ്റേഴ്സ് ഇംഗ്ലീഷ് നിങ്ങൾ കണക്കാക്കണ്ട. ഓക്കെ, എൻ്റെ ഇംഗ്ലീഷാണ്, നിങ്ങൾക്കും അത് ChatGPTക്ക് മനസ്സിലായിക്കോളൂ. ഓക്കെ ഗൈസ്, നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ അടിക്കാനായിട്ട് പറ്റുമെന്ന് വേറൊരു കുഴപ്പമില്ല. ഓക്കെ, സോ ഞാനിപ്പോൾ എൻ്റെ രീതിയിൽ എടുത്തിട്ടുണ്ട്. അപ്പം കുറേ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇവിടെ വന്നിട്ടുണ്ട്. നമ്മൾ നേരെ ഒന്ന് കോപ്പി ചെയ്യുന്നു, നാനോബിനാടെ പോകുന്നു. ഓക്കെ, നാനോബിന അല്ലെങ്കിൽ നിങ്ങൾക്ക് ലിയനാർഡോ AI എന്ന സംഭവം ഉണ്ട്. അപ്പോൾ അതൊക്കെ യൂസ് ചെയ്ത് ചെയ്യാനായിട്ട് പറ്റും. ഏതെങ്കിലും AI യൂസ് ചെയ്യുന്ന വെച്ചാൽ നിങ്ങൾക്ക് എന്താ സംഭവം എടുത്താൽ മതി. അപ്പോൾ ഞാൻ എക്സാമ്പിളായിട്ട് ഇത് കോപ്പി ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് ഞാൻ നേരെ നാനോബിന എടുക്കാനായിട്ട് പോവാണ്. കറക്റ്റ് കിട്ടാനായിട്ട് ജസ്റ്റ് ഗൂഗിൾ അടിച്ചതിന് ശേഷം നാനോബിന അടിക്കുക, എന്നിട്ട് ഫസ്റ്റ് തന്നെ നടക്കുന്ന ലിങ്കുകളൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഡയറക്റ്റ് നമ്മൾ അതിനകത്തേക്ക് പോകുന്നതായിരിക്കും. ഓക്കെ, ഇവിടെ Gemini 3 ആണ്. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രോംപ്റ്റ് ഒന്ന് എടുത്തിട്ടുണ്ട്, ഒന്ന് സെൻഡ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ബനാന ലോഡ് ആവുന്നതായിരിക്കും, കുറച്ച് ടൈം എടുക്കും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇരുപ്പിക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഒരു പോസ്റ്റർ രൂപത്തിൽ കിട്ടുന്നതായിരിക്കും. സോ ഫസ്റ്റ് സെൻഡ് ചെയ്യുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അങ്ങ് പറഞ്ഞു കൊടുക്കുക, ഒരു പോസ്റ്റർ സൈഡാണ് വേണ്ടത് എന്നൊക്കെ അങ്ങ് പറഞ്ഞു കൊടുക്കുക. ഓക്കെ, സോ AIക്ക് മിസ്റ്റേക്ക് വരുന്നുണ്ട്, നിങ്ങളൊക്കെ നോക്കി കണ്ടൊക്കെ ചെയ്യും. ഓക്കെ, സോ ഫൈനലൈസിങ് ആണ്. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാൻ, നമുക്ക് നോക്കാം നമ്മുടെ പോസ്റ്റർ എങ്ങനെയായിരിക്കും കിട്ടുന്നതെന്ന്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഒരെണ്ണമാത്രമേ ക്രിയേറ്റ് കാണിച്ചു തരുള്ളൂ. ബാക്കി ഞാൻ ഓൾറെഡി എടുത്ത ആ ഒരു പിക്ക് ഞാൻ നിങ്ങൾക്ക് നേരെ PDF ഉണ്ടായി കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾ നേരെ ഒന്ന് കോപ്പി ചെയ്യുക, ഇവിടെ പേസ്റ്റ് ചെയ്യുക, സെൻഡ് ചെയ്ത് കൊടുക്കുക, എന്നിട്ടൊരു പോസ്റ്റർ രൂപത്തിലാക്കുക. ഓക്കെ, അപ്പോൾ കുറേ ടൈം എടുക്കും, കാരണം 4K എന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. ഓക്കെ ഗൈസ്, സംഭവം കിട്ടിയിട്ടുണ്ട്. ഇത്ര മാത്രമേ ഉള്ളൂ. ഇത് ഹൈ ക്വാളിറ്റി സെൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമുക്കൊരു ആകെ പ്രോബ്ലം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണാൻ പറ്റും Geminiയുടെ ഐക്കൺ ഉണ്ട്. ഓക്കെ, അത് സിമ്പിളായിട്ട് ജസ്റ്റ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ്. ഓക്കെ, ഇനി ഇവിടെ ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ എൻ്റെ ഇന്നത്തെ ലിമിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ വീണ്ടും ഒരു അടുത്തൊരു അക്കൗണ്ട് എടുത്തതിന് ശേഷം വീണ്ടും ചെയ്യണം. ഓക്കെ, സിമ്പിളാണ്. നമുക്ക് ഒരു അക്കൗണ്ടിൽ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 5-6 ചെയ്യാനായിട്ട് പറ്റും. മുമ്പൊക്കെ ആണെങ്കിൽ ലിമിറ്റ് ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു, ഇപ്പോഴാണ് ലിമിറ്റ് ആക്കിയത്. സോ നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഡൗൺലോഡ് ചെയ്യാൻ സിമ്പിളാണ്, കാണാൻ പറ്റും. സേവിൻ്റെ ഐക്കൺ ഉണ്ട് ഇവിടെ. ഓക്കെ, അപ്പോൾ അവിടെ നിന്ന് ക്ലിക്ക് ചെയ്താൽ മതി, ഓട്ടോമാറ്റിക് ഡൗൺലോഡ് ആവുന്നതായിരിക്കും. സോ ഇനി നിങ്ങൾ ഈ ഒരു സംഭവം നമ്മുടെ ഇത് റിമൂവ് ആക്കണം. ഓക്കെ, അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് പ്ലേ സ്റ്റോർ എടുക്കുക. പ്ലേ സ്റ്റോർ എടുത്തതിന് ശേഷം സെർച്ച് ബാറിൽ പോവുക. ഓക്കെ, അപ്പോൾ അതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ കാണാൻ ഞാൻ അടിക്കുമ്പോൾ അടിക്കുക. ഓക്കെ, പിക്സാർട്ട് എന്ന് അടിക്കുക, PICSART എന്ന് അടിക്കുക. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമുക്ക് എന്താണ് ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ വരും, അതായത് ഈ ഒരു ആപ്ലിക്കേഷൻ വരും. ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളൊന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ ഗൈസ്, ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് ഗൂഗിൾ അക്കൗണ്ട് വെച്ച് സൈനപ്പ് ചെയ്യാൻ പറയുന്നുണ്ട്. അതിന് സ്കിപ്പ് ഓപ്ഷൻ ഉണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യുക, അല്ലെങ്കിൽ സൈനപ്പ് ചെയ്യുക. എന്നിട്ട് നമുക്ക് കാണാം എഡിറ്റ് ഫോട്ടോ ഉണ്ട്. ജസ്റ്റ് വാട്ടർമാർക്ക് റിമൂവ് ആക്കാനാണ് നമ്മുടെ Geminiയുടെ. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ക്രോപ്പ് വേണ്ടി ക്രോപ്പ് ചെയ്ത് കളയാം. ഓക്കെ, ക്രോപ്പിനേക്കാൾ ഇത് തന്നെ ബെനിഫിറ്റ്. ഇപ്പോൾ ജസ്റ്റ് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഗാലറി പോയതിന് ശേഷം ഏത് പിക്കാണ് വേണ്ടത് സെലക്ട് ചെയ്യുക. ഓക്കെ, സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ നമ്മളിങ്ങനെ വരുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ കാണാൻ പറ്റും റിമൂവ് ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, സോ ഞാൻ യൂസ് ചെയ്യുന്നത്, നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രോ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അല്ല പ്രോ ഫീച്ചർ ഇവിടെ ഇല്ല ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞില്ല. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു റിമൂവ്, അതായത് നിങ്ങളുടെ ഒരു എഡിറ്റിംഗ് ഓപ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് റിമൂവ് ആക്കാനുള്ള ഓപ്ഷൻ വരും. ഓക്കെ, അതായത് നിങ്ങളുടെ ഫോണിൽ തന്നെ റിമൂവ് ഓപ്ഷൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു സംഭവം ഒന്ന് തൊട്ട് കൊടുത്താൽ മതി, അത് ഓട്ടോമാറ്റിക് റിമൂവ് ആയി പോകുന്നതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ ഞാൻ റിമൂവ് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് നോക്കാം അത് റിമൂവ് ആയിട്ട് ബോറിംഗ് ആവോ അല്ലേ ഒന്ന്. ഓക്കെ, അത് റിമൂവ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാം പക്കാ റിയാലിറ്റി ആക്കി ഇരുന്നിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്യുന്ന ശേഷം നമുക്ക് എന്താണ് നേരെ ഇനി പോസ്റ്റർ രൂപത്തിലാക്കണം. ഇപ്പം ഞാൻ ഒരെണ്ണമത്തെ ക്രിയേറ്റ് ആക്കിയുള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് ഇതുപോലുള്ള കുറേ ക്രിയേറ്റ് ആക്കാൻ പറ്റും ബൾക്കായിട്ട്. ഫ്രണ്ട്സ്, ഇനി നിങ്ങൾ വിചാരിക്കുക നിങ്ങളെല്ലാ സംഭവം തയ്യാറാക്കിയിട്ടുണ്ട്, നിങ്ങളുടെ സംഭവം എല്ലാം ക്രിയേറ്റ് ആക്കിയിട്ടുണ്ട്, അതായത് നിങ്ങളുടെ ആ ഒരു പോസ്റ്റേഴ്സ് എല്ലാം ശരിയാക്കിയിട്ടുണ്ട്. ഓക്കെ, സോ ഇനി നമ്മൾ ചെയ്യേണ്ടത് നമുക്കിനി നേരെ ചെയ്യാനുള്ളത് എന്താണ്,
PDF തയ്യാറാക്കണം. അതായത് ഈ പോസ്റ്റേഴ്സ് ബൾക്കാക്കാൻ വേണ്ടി PDF തയ്യാറാക്കാൻ പോവാണ്. ജസ്റ്റ് നിങ്ങൾ ഇതൊന്ന് എടുക്കുക. ഓക്കെ, നമ്മുടെ ക്യാൻവ എടുക്കുക. ക്യാൻവ എടുത്തിട്ട് ക്രിയേറ്റ് ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത ശേഷം സെർച്ച് ടെംപ്ലേറ്റ് എടുക്കുക. അതിനുശേഷം നിങ്ങൾ PDF ഒന്നോ ഇ ബുക്ക് ഒന്നോ അടിക്കുക. ഓക്കെ, സോ PDF ഒന്നോ ഇ ബുക്ക് ഒന്നോ അടിക്കുക, അല്ലെങ്കിൽ ടെംപ്ലേറ്റ് അടിച്ചാലും മതി, എന്തെങ്കിലും അടിച്ചാൽ മതി. ഓക്കെ, അപ്പം ഞാനൊരു സംഭവം അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരുപാട് സെക്ഷൻസ് വരുന്നുണ്ട്. ജസ്റ്റ് ഞാൻ റാൻഡമായിട്ട് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. വലിയ സംഭവമൊന്നുമില്ല. ഓക്കെ, നിങ്ങൾ അതിന് സെറ്റ് ചെയ്യാൽ മതി. എന്നിട്ട് ഈ എല്ലാ സംഭവം ഒന്ന് ഡിലീറ്റ് ആയി കളയാം. ഓക്കെ, ഈ സംഭവങ്ങളെല്ലാം ഡിലീറ്റ് ആയി കളയാം. നമുക്കൊന്നും വേണ്ട. ഓക്കെ, ഡിലീറ്റ് പേജ് കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ നമുക്ക് പുതിയൊരു വെള്ള പേപ്പർ വരുന്നുണ്ട്. അവിടെ നമുക്ക് ഇവിടെ കാർപ്പിക്കാനാണ് ആക്കാനുള്ളത്. സോ കാർപ്പിക്കിനായിട്ട് ഞാൻ ഓൾറെഡി ഇവിടെ അപ്ലോഡ് സെക്ഷനിൽ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ അപ്ലോഡ് ഫയൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗാലറി ചെയ്തിട്ട് പിക്ക് ആടാക്കാൻ പറ്റും. അപ്പം ഞാൻ നേരെ നമ്മുടെ കാർപ്പിക്ക് ആടാക്കിയിട്ടുണ്ട്. സോ നിങ്ങൾ വലിച്ചങ്ങ് നീട്ട്. ഓക്കെ, ഇത് ഫുള്ളങ്ങ് കവർ ചെയ്യുക. ഓക്കെ, അപ്പം നിങ്ങൾ എന്താണ് ചെയ്യുമ്പം അതിൻ്റെ വൃത്തിക്ക് ചെയ്യുക. ഇപ്പം ഞാൻ നിങ്ങൾക്ക് എക്സാമ്പിളാക്കാൻ മാത്രം കാണിച്ചു തന്നതാണ്. ഓക്കെ, ഇനി അടുത്ത പേജിലോട്ട് പോകണം. അടുത്ത പേര് പോകുമ്പോൾ ഇങ്ങനെ ഒന്ന് സ്ക്രോൾ ചെയ്താൽ മതി, അതായത് ഇങ്ങനെ ഒന്ന് മറിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത പേര് പോയിട്ട് അടുത്ത സംഭവം ആടാക്കി കൊടുക്കാം. ഓക്കെ, അപ്പം ഇതൊന്ന് ആടാക്കാനായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് വലിച്ചങ്ങോട്ട് കൊടുക്കാം. ഓക്കെ, ടെക്സ്റ്റാകെ കാണണം. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ ചെയ്യുമ്പോൾ നല്ലല്ലോ ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് എക്സാമ്പിളായിട്ട് കാണിച്ചതാണ്. ഓക്കെ, ഇത് ക്രിയേറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തിലോട്ട് പോകാം. ജസ്റ്റ് അടുത്ത അപ്ലോഡ് സെക്ഷനിൽ എടുക്കുന്നുണ്ട്. സോ അങ്ങനെ നമുക്ക് അങ്ങനെ ചെയ്യാനായിട്ട് പറ്റും. സിമ്പിളാണ്. ഓക്കെ, ജസ്റ്റ് ഇതൊന്ന് അടിച്ച് നോക്കാം. അതിന് ഇതൊന്ന് വലിച്ചങ്ങോട്ട് കൊടുത്താൽ മതി. ഓക്കെ, സിമ്പിളാണ്. കറക്റ്റായിട്ട് സെൻറ്ററിലൊക്കെ ഇരിക്കണം. ഓക്കെ, അപ്പോൾ അടുത്ത് നമുക്ക് സെറ്റാക്കാം. ഓക്കെ, ഇങ്ങനെയാണ് ചെയ്താൽ മതി. കേസ് നമ്മളങ്ങനെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇപ്പം ഞാൻ ഡൗൺലോഡ് ആക്കിയതും അതുപോലെ തന്നെ നേരത്തെ ഡൗൺലോഡ് ആക്കിയതൊക്കെ ഞാൻ ഇങ്ങനെ വെച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ നമുക്ക് പോസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് പേജ് വേണമെങ്കിൽ അങ്ങ് മറിച്ചാൽ മതി, എത്രമാത്രം പേജ് സെറ്റ് ആവുന്നതായിരിക്കും. സോ ഇനി നമുക്ക് നേരെ ഡൗൺലോഡ് സെക്ഷനാണ്. നമ്മളെല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, കവർ പിക്ക് സെറ്റ് ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്കൊരു എൻഡ് കവർ പിക്ക് കൂടെ സെറ്റ് ആക്കാം. ഞാനിപ്പം ഇതാണ് നമ്മുടെ ലാസ്റ്റ് ബുക്ക്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു എൻഡ് കവറായിട്ട് സെറ്റ് ആക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ വേറൊരു പ്രൊഡക്റ്റ് ലിങ്ക് കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ, സോ നമുക്ക് ഇനി നേരെ ഡൗൺലോഡ് സെക്ഷനിലേക്ക് പോകാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ ഒരിക്കലും ഇത് സംഭവം ഇമേജ് ആയിട്ട് ക്രിയേറ്റ് ആക്കരുത്. ഓക്കെ, ഇമേജ് ആയിട്ട് നിങ്ങൾ സെലക്ട് ആക്കരുത്. നിങ്ങൾക്ക് ഇവിടെ 3 ഡോട്ടോ അല്ലെങ്കിൽ ഇവിടെ എക്സ്പോർട്ട് ഐക്കണോ കാണും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്താണ് ഇവിടെ ഒന്ന് 3 ഡോട്ടിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട്. സോ ഡൗൺലോഡ് ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് കാണാം PNG നടക്കുന്നത്. PNG നമുക്ക് പിക്കേ വരത്തുള്ളൂ. ഇവിടെ ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഓപ്ഷൻ എല്ലാം വരുന്നതായിരിക്കും. ജസ്റ്റ് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ നമുക്ക് വേണ്ടത് PDF രൂപത്തിലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് PDF പ്രിൻ്റ് എടുത്തിട്ട് ജസ്റ്റ് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. എന്തിനാണ് ഡൗൺലോഡ് സെക്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമുക്ക് ഡൗൺലോഡ് ആവുന്നതിന് കാണാൻ പറ്റും. ഇങ്ങനെ ഇത് കംപ്ലീറ്റ് ആകുമ്പോഴേക്ക് ഡൗൺലോഡ് ആവുന്നതായിരിക്കും. സോ അങ്ങനെ നമുക്കൊരു PDF രൂപത്തിൽ കിട്ടുന്നതായിരിക്കും. ഓക്കെ, സോ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഏതെങ്കിലും പ്ലാറ്റ്ഫോമിൽ ഇതൊന്ന് ഷെയർ ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടം ഏതെങ്കിലും ചെയ്യാൻ പറ്റും. ഇത്ര മാത്രമേ ഉള്ളൂ. സോ എനിക്കൊരു മിസ്റ്റേക്ക് വരും. നമ്മൾ ചെയ്തപ്പോൾ കണ്ട ഇവിടെ ഒരു വെള്ള സംഭവം കണ്ടത്. അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ചെയ്യുമ്പോൾ വൃത്തിക്ക് ചെയ്യണമെന്ന്. ഓക്കെ, അപ്പോൾ അത് അവിടെ സ്ക്രോൾ ചെയ്ത എല്ലാ സംഭവം ഇങ്ങനെ കാണാൻ പറ്റും. സോ ഇതൊക്കെ ആവശ്യമുള്ളവരുണ്ട്. ഓക്കെ, ഇങ്ങനെ പോസ്റ്റേഴ്സൊക്കെ ആവശ്യമുള്ളവരുണ്ട്. ഞാൻ കാണിച്ചു തരാം, നിങ്ങൾ വെയിറ്റ്. അപ്പോൾ നമ്മൾ Etsy എടുത്തിട്ടുണ്ട്. ഇതൊരു ഓൺലൈൻ ഷോപ്പാണ്. ഓക്കെ, പിന്നെ നമുക്ക് ഡിജിറ്റൽ പോസ്റ്ററൊക്കെ സെല്ലാക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഞാനിപ്പം പോസ്റ്റേഴ്സ് അടിക്കുകയാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് ബെനിഫിറ്റ് ഉണ്ടോ ഇല്ലയോ എന്ന്. ജസ്റ്റ് ഞാൻ പോസ്റ്റേഴ്സ് അടിക്കുകയാണ്. സോ നിങ്ങൾക്ക് ഇവിടെ സൈഡിൽ കാണാൻ ഡിജിറ്റൽ ഡൗൺലോഡ്. ഓക്കെ, ഇതൊക്കെ പ്രിൻ്റബിൾ ആണ്. നിങ്ങൾക്ക് കാണാം ഏകദേശം 1000 രൂപയാണ് എൻ്റെ സെയിൽ. 1000 രൂപയാണ് എൻ്റെ പ്രൈസ്. ഏകദേശം 1.1K റേറ്റിംഗ്സ്, 4.8K റേറ്റിംഗ്സ് ഉണ്ട്. ഏകദേശം 1200 പേരാണ് ഇത് വാങ്ങിച്ചിട്ടുള്ളത്. താഴെ സ്ക്രോൾ ചെയ്യാൻ കാണാൻ പറ്റും. ഓക്കെ, സോ നിങ്ങൾക്ക് ഇതിൽ നിന്നൊക്കെ ഐഡിയ പിക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, സോ നിങ്ങളൊരു ഐഡിയ കണ്ടുപിടിച്ചതിന് ശേഷം നിങ്ങളൊന്ന് ക്രിയേറ്റ് ആക്കുക. എന്താണ് നിങ്ങൾക്ക് സെല്ലാക്കാനായിട്ട് പറ്റും. സോ ഇനി നമുക്ക് ഒരു വെബ്സൈറ്റിൽ ഇട്ടതിന് ശേഷം നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾക്ക് വേണമെങ്കിൽ ജംറോഡ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് ജംറോഡും കാര്യങ്ങളൊക്കെ. ഓക്കെ, നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഇതിനകത്തൊരു അക്കൗണ്ട് എടുക്കാൻ പറ്റും. സ്റ്റാർട്ട് സെല്ലിംഗ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഇപ്പോൾ ഇതിനകത്ത് ഓൾറെഡി അക്കൗണ്ട് ഉള്ളവരാണെങ്കിൽ കാണാൻ പറ്റും. സോ ഞാൻ ഇതിനകത്ത് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഒരുപാട് സെക്ഷൻസ് കാണാൻ പറ്റും. ഡിജിറ്റൽ പ്രോഡക്റ്റ് സെല്ലാക്കാനായിട്ട് പറ്റുന്നുണ്ട്, ബാങ്ക് അക്കൗണ്ട് ആടാക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ വേണം ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യാം. ഓക്കെ, എനിക്കിവിടെ ഓൾറെഡി ഒരു പ്രോഡക്റ്റ് ഉണ്ട്. നമുക്ക് ന്യൂ പ്രോഡക്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ പ്രോഡക്റ്റ് ആഡാക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, സോ ഇവിടെ എനിക്കുള്ള പ്രോഡക്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 5 വാൾ പോസ്റ്റേഴ്സ് ആണ്. നിങ്ങൾ നല്ലൊരു പേരൊക്കെ കൊടുക്കും. ഓക്കെ, 5 പോസ്റ്റേഴ്സ് അടിക്കുക, 5 മോട്ടിവേഷണൽ പോസ്റ്റേഴ്സ് അടിക്കുക. ഓക്കെ, 5 മോട്ടിവേഷണൽ പോസ്റ്റേഴ്സ് നിങ്ങൾ നല്ല കൊടുക്കുക. ഞാൻ അത് വെറും എക്സാമ്പിളായിട്ട് ചെയ്യുന്നതാണ്. നിങ്ങൾ കൊടുക്കുമ്പോൾ വൃത്തിക്ക് കൊടുക്കുക. ഓക്കെ, ഇത് ഡിജിറ്റൽ പ്രോഡക്റ്റ് ആണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിജിറ്റൽ ഡൗൺലോഡ് ആക്കാൻ പറ്റും. ഇതവിടെ സ്ക്രോൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വേറെ ഓപ്ഷൻസ് കാണാനായിട്ട് പറ്റും. പിന്നെ നിങ്ങൾക്ക് പ്രൈസ് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. സോ നമ്മളിവിടെ സെലക്ട് ചെയ്യുന്നത് INR-ലാണ്. ഓക്കെ, സോ INR-ഒക്കെ ഉണ്ട് മേടിക്കേണ്ട. ഓക്കെ, റുപ്പീസ് ഉണ്ട്. അപ്പം നമ്മളൊരു ഒരു 100 രൂപ കൊടുക്കാം. ഓക്കെ, എന്നിട്ട് അടുത്തൊരു ഓപ്ഷനിലേക്ക് പോകും. നെക്സ്റ്റ് കസ്റ്റമൈസ് ഉണ്ട്, അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഇതൊന്ന് വെയിറ്റ് ചെയ്യും. ഓക്കെ, അടുത്ത ഓപ്ഷനിലേക്ക് പോകും. അപ്പോൾ ഇവിടെ കാണാൻ പറ്റും നമ്മുടെ നെയിം. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഡിസ്ക്രിപ്ഷൻ കാണാൻ പറ്റും. പ്രോഡക്റ്റിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യാൻ പറയുന്നുണ്ട്. അതുപോലെ ലിങ്ക് ഉണ്ട്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് അപ്ലോഡ് ഇമേജസ് ഓർ വീഡിയോ. ഇത് കാർപ്പിക്കാണ്. ഓക്കെ, കാർപ്പിക്കാണെങ്കിൽ നമ്മൾ കമ്പ്യൂട്ടർ ഫയലിൽ നിന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് അകത്തേ പോകുന്നതായിരിക്കും.
സോ ഇവിടെ ഏതെങ്കിലും ഒരു കവർ പിക്ക് ഞാൻ എക്സാമ്പിളായിട്ട് മാത്രം കാണിച്ചിട്ടാണ് ഞാൻ പറയുകയാണ്. ഓക്കെ, അപ്പോൾ എക്സാമ്പിൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ താഴോട്ട് സ്ക്രോൾ ചെയ്താൽ നിങ്ങൾക്ക് തമ്മിൽ കാണാൻ പറ്റും, അതൊക്കെ നിങ്ങൾക്ക് അപ്ലോഡ് ആക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ജസ്റ്റ് ഞാൻ ക്ലിക്ക് ചെയ്യാണ്. അതിനുശേഷം വീണ്ടും ഞാൻ റാൻഡമായി സെലക്ട് ചെയ്യണം. ഓക്കെ, ഞാൻ പറഞ്ഞത് ഇത് വേറെ എക്സാമ്പിൾ നിങ്ങൾക്ക് കാണിച്ചിട്ട് മാത്രമാണ്. ഓക്കെ, സോ ഇമേജ് സ്ക്വയർ ആക്കണം, അതുതന്നെയാണ് നമ്മൾ വേണ്ടത്. ഇമേജ് ഇതൊന്ന് സ്ക്വയർ ആയി കൊടുക്കുക. ഓക്കെ, അപ്പോൾ തമിഴ് നമ്മളിപ്പം സെറ്റാക്കിയിട്ടില്ല. അപ്പം നമുക്ക് കാണാൻ വേണ്ടി വേറെ ഓപ്ഷൻസ് കാണാൻ പറ്റും. കാൾ ടു ആക്ഷൻ ഉണ്ട്, അതായത് ഇത് സംഭവം പർച്ചേസ് ചെയ്യാനായിട്ട് ആൾക്കാർ കാണുമ്പോൾ ഐ വാണ്ട് ദിസ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് പർച്ചേസ് ഓപ്ഷൻ പോകുന്നു. ഓക്കെ, ഡീറ്റെയിൽഡായി കിടക്കുന്നുണ്ട്. താഴോട്ട് സ്ക്രോൾ ചെയ്താൽ നിങ്ങൾക്ക് പ്രൈസ് ആക്ഷൻ എല്ലാം കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, സോ നമുക്ക് അടുത്തൊരു ഓപ്ഷൻ സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് അടുത്ത ഓപ്ഷൻ പോകുന്നതായിരിക്കും. ഇവിടെയാണ് നമുക്ക് എന്താ നമ്മുടെ ഫയൽ അപ്ലോഡ് ആക്കാനുള്ളത്. സെല്ലാക്കുള്ള ഫയൽ ഇവിടെയാണ് അപ്ലോഡ് ആക്കാനുള്ളത്. ജസ്റ്റ് അപ്ലോഡ് ഫയൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇപ്പം നമ്മുടെ PDF നമ്മളിവിടെ സെലക്ട് ആക്കിയിട്ടുണ്ട്. അത് 6.something MB ആണ്. അത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അടുത്ത ഓപ്ഷനിലേക്ക് പോകാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് പ്രൈവസി പോളിസിയൊക്കെ നിങ്ങൾക്ക് ആഡാക്കാൻ പറ്റുന്നതായിരിക്കും. സോ നോർമലായിട്ടൊരു ഓൺലൈൻ സ്റ്റോർ എങ്ങനെ ആഡാക്കാൻ പറ്റും അതൊക്കെ ആഡാക്കാൻ പറ്റും. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് പബ്ലിഷ് ആക്കാൻ പറ്റും. സോ നെക്സ്റ്റ് ഓപ്ഷൻ അത് കാണിച്ചില്ല. ഇവിടെ കാണാൻ പറ്റും ബട്ടൺ ടെക്സ്റ്റ് കാണാൻ പറ്റും, കസ്റ്റം മെസ്സേജ് കാണാൻ പറ്റും. അതായത് ഒരാൾ പർച്ചേസ് ചെയ്താൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, സോ ഇങ്ങനത്തെ കുറേ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് പബ്ലിഷ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താണ് കാണാൻ പറ്റും. പബ്ലിഷ് കൊടുത്താൽ നമ്മുടെ ഈ ഒരു പ്രോഡക്റ്റ് പബ്ലിഷ് ആവുന്നതായിരിക്കും. ഓക്കെ, സോ നമുക്ക് ലിങ്ക് കിട്ടുന്നതായിരിക്കും. കോപ്പി URL എന്ന് കൊടുക്കുകയാണ്. അന്ന് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഈ പ്രോഡക്റ്റ് ലിങ്ക് ജസ്റ്റ് ഒന്ന് ക്രോമിഡസ് പോയാൽ നമുക്ക് എന്താണ് ഇങ്ങനെ ആൾക്കാർക്ക് ഷെയർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് നമ്മുടെ സംഭവം. ഇവിടെ കാണാം ഐ വാണ്ട് ദിസ് എന്ന് ക്ലിക്ക് ചെയ്താൽ 100 രൂപയാണ്. 100 രൂപ കൊടുത്തതിന് ശേഷം ആൾക്കാർ ഇത് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് 100 രൂപ കയറുന്നതായിരിക്കും. ഓക്കെ, സോ നമ്മുടെ സൂപ്പർ ഫയൽ നോക്കുകയാണെങ്കിൽ വേറെ കുറച്ച് ഇൻ്റർവ്യൂസ് ഒക്കെ വരുന്നുണ്ട്. അത് കുറച്ചുകൂടെ പ്രൊഫഷണലായിട്ട് വരുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഇതെല്ലാം ചൂസ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ സിമ്പിളാണ്, ജസ്റ്റ് ബാങ്ക് കോഡ് മാത്രം മതി. ഓക്കെ, സൂപ്പർ ഫയൽ എനിക്ക് തോന്നുന്നത് പാൻ കാർഡൊക്കെ വേണമെന്നാണ് തോന്നുന്നത്. സോ ഞാൻ മുമ്പൊക്കെ എടുത്തിട്ടുള്ളത്, ഇപ്പോഴും എനിക്കൊരു അക്കൗണ്ടൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ ഗൈസ് വീഡിയോ കാര്യങ്ങളൊക്കെ. ഗൈസ്, അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ, അതായത് നമ്മുടെ ഈ ഒരു പാർട്ടിൽ നമ്മളെല്ലാം കവറാക്കിയിട്ടുണ്ട്. ഓക്കെ, സോ നമ്മുടെ വീഡിയോ ഇതുവരെ കണ്ട എല്ലാ ഫ്രണ്ട്സിനും നന്ദി. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും. നിങ്ങൾ എന്തായാലും സ്റ്റാർട്ട് ചെയ്ത് നോക്കുക. 0 ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെയാണ്. ഡെയിലി പ്രൊമോഷൻ മാത്രം ചെയ്താൽ മതി. പ്രൊമോഷൻ കൂടുന്നതോറും സെയിൽസ് കിട്ടുന്നതായിരിക്കും. ഓക്കെ, സോ ഒരിക്കലും ആഡ്സ് റൺ ചെയ്ത് നിൽക്കരുത്. പൈസ അതിന് ശേഷം മാത്രം ആഡ്സ് പഠിച്ചതിന് ശേഷം ആഡ്സൊക്കെ റൺ ചെയ്ത് പൈസ ഉണ്ടാക്കുക. ഓക്കെ, അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ ഗൈസ്. ഇതുപോലുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട പറയണം. കാരണം ഇത്ര റെക്കോർഡും കളർ ചെയ്തതാണ്. സോ അതിൻ്റെ എഫേർട്ടും കളൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റുന്നതായിരിക്കും. കമൻറ്റ്സ് ചോദിക്കാൻ പറ്റും, പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്യാൻ പറ്റും, മെൻറ്റർഷിപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് 1-on-1 മെൻറ്റർഷിപ്പ് വേണമെങ്കിൽ അങ്ങനെ സപ്പോർട്ടുകളൊക്കെ വേണമെങ്കിൽ അങ്ങനെ ബുക്കൊക്കെ ചെയ്യാണ്ട് പറ്റുന്നതായിരിക്കും. ഓക്കെ, സോ അപ്പോൾ വീഡിയോ ഉണ്ടാക്കാൻ സമയമുണ്ട്. സോ കണ്ട എല്ലാവരും നന്ദി. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക, പൈസ ഉണ്ടാക്കുക. എല്ലാവർക്കും ബെസ്റ്റ് ഓഫ് ലക്ക്. സോ ഇതിൽ മികച്ച മറ്റേ വീഡിയോ ഒക്കെ വീണ്ടും കാണാം. സീ യു ഗൈസ്. അപ്പൊ ഈ ഇത്ര മാത്രമേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾ കണ്ടല്ലോ എങ്ങനെയാണ് പോസ്റ്റർ ക്രിയേറ്റ് ആക്കുന്നത്. അടിപൊളിയായിട്ടുള്ള ഒരു കണ്ടന്റ് എടുക്കുക. ഓക്കെ, ഫോർ എക്സാമ്പിൾ കാർ ആയിക്കോട്ടെ, മോട്ടിവേഷൻ ആയിക്കോട്ടെ, നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അത് നിങ്ങൾ എടുക്കുക. അല്ലെങ്കിൽ നമ്മുടെ HCL പോയതിനു ശേഷം ഏതിനാണ് ഏറ്റവും കൂടുതൽ സൈസ് ഉള്ളതെന്ന് നോക്കുക. ഓക്കെ, എന്നിട്ട് ആ രീതിയിലുള്ള പോസ്റ്ററുകളൊക്കെ തയ്യാറാക്കാം. എന്നിട്ട് നിങ്ങൾ ഒരു 10-20 പോസ്റ്റേഴ്സ് നിങ്ങൾ ബൾക്കായിട്ട് ഉണ്ടാക്കുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾ സെല്ലാക്കുക. ഏകദേശം ഒരു 100 രൂപ തൊട്ട് 500 രൂപ, ഡോളേഴ്സിനാണ് ഏകദേശം 800 to 1600 അങ്ങനെയൊക്കെ സെല്ലാക്കി കിട്ടുന്നതായിരിക്കും. ഓക്കെ, ജസ്റ്റ് നിങ്ങൾ പ്രൊമോഷൻ ചെയ്ത് എത്ര നല്ല രീതിയിൽ പ്രൊമോഷൻ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എത്ര നല്ല രീതിയിൽ വീഡിയോസുകളൊക്കെ അപ്ലോഡ് ആക്കുന്നുണ്ട്, അങ്ങനെ പ്രൊമോട്ടുകളൊക്കെ ചെയ്യുക. ഏറ്റവും വീഡിയോ വൈറൽ ആവും തോറും അല്ലെങ്കിൽ പ്രൊമോഷൻ സെറ്റ് ആവും തോറും ക്യാഷുകളൊക്കെ വരുന്നതായിരിക്കും. ഓക്കെ, സോ ആർട്സ് റൺ ചെയ്യാൻ ചോദിച്ചാൽ നിങ്ങൾക്ക് ആർട്സ് റൺ ചെയ്യാൻ അറിയുന്ന ഫ്രണ്ട്സ് മാത്രം ആർട്സ് റൺ ചെയ്യാൻ, അല്ലെങ്കിൽ പൈസകളൊക്കെ ചുമ്മാ പോകുന്നതായിരിക്കും. ഓക്കെ, സോ ഡൗട്ടിനെ ചോദിക്കേണ്ട മറക്കേണ്ട, കമന്റ്സ് ചോദിച്ച ഡൗട്ട് നമ്മൾ ക്ലിയർ ആയി തരുന്നതായിരിക്കും. അല്ലെങ്കിൽ പേഴ്സണലായിട്ട് സപ്പോർട്ടുകളൊക്കെ വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യേണ്ട മറക്കണ്ട. സോ നിങ്ങൾക്ക് 1-on-1 മെന്റർഷിപ്പ് വേണമെങ്കിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ബുക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, സോ ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മുടെ ചാനൽ സബ്ബുകളൊക്കെ വെച്ച് ലൈക്ക് ഷെയർ ചെയ്ത് വീഡിയോ വരുന്നതായിരിക്കും. സോ നമുക്ക് അടുത്ത വീഡിയോ കാണാം.